പോന്നിട്ടുണ്ട്. തേങ്ങന്ന് പറയാൻ കുഴപ്പമില്ല. എന്നിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ലാഭം സാമ്പത്തികമായിട്ടില്ലെങ്കിലും നമ്മുടെ സമൂഹത്തിൽ അല്ലെ നാടിന് വളരെ ഗുണകരമായ ഒരു കാര്യമാണല്ലോ എന്നോർത്താണ് ചെയ്യുന്നത്. ഏതായാലും ഈ വർഷം നമ്മളാണെങ്കിൽ ഇതിൻ്റെ കാലാവസ്ഥ നന്നായിരിക്കുന്നതുകൊണ്ട് വൈക്കോലും നെല്ലും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു പക്ഷേ ലാഭമാകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നെല്ല് കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും നെല്ല് അല്ല കച്ചി ഉണ്ടാക്കുന്നത് മാത്രമല്ല. നമുക്കറിയാം നെല്ല് കൃഷി ചെയ്യണമെങ്കിൽ വെള്ളം വേണം, 4 മാസം കണ്ടിന്യൂസ് വെള്ളം വേണം. ആ 4 മാസം കൊണ്ട് ആ സമൂഹത്തിനുണ്ടാകുന്നൊരു ഗുണം നമുക്കറിയാം. ഏതാണ്ടൊരു 10-200ഓളം ഏക്കർ സ്ഥലത്ത് വെള്ളം ലഭ്യം കിട്ടും. അതാണ് മെയിനായിട്ട് ഈ കൃഷി പാടശേഖരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ വെള്ളത്തിൻ്റെ ലഭ്യതയാണ്. അതുകൊണ്ട് കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിധി വരെ കൃഷി കൃത്യമായിട്ട് ചെയ്താൽ ആവശ്യത്തിന് വെള്ളം നമുക്ക് നാട്ടിൽ ലഭിക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഗുണമേന്മ. ഏതായാലും വരുന്ന തലമുറയിൽപ്പെട്ട കർഷകർക്കും പുതിയ തലമുറയിലേക്ക് വരുന്നവർക്കൊക്കെ ഒരു പാഠമായിക്കൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്ന് തെളിയിക്കാൻ കൂടിയാണ് ഞാൻ ഈ ഒരു ഉദ്യമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഉദ്ഘാടനം ഉടനെ നടക്കുകയാണ്. 1-2 ചോദ്യങ്ങൾ. ഈ മിഷനറിയൊക്കെ എങ്ങനെയാണ് ലീസ് വാടകയ്ക്ക് എവിടുന്ന് വരുന്ന? സത്യത്തിൽ ഞാൻ ഈ 2010 തുടങ്ങിയെന്ന് പറഞ്ഞു കൃഷി. ആ സമയത്ത് നമുക്കറിയാം അന്ന് മെക്കനൈസ് ഒന്നുമില്ല, മുഴുവൻ മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ടുള്ള പണിയായിരുന്നു. പക്ഷെ അത് ഒരിക്കലും നമുക്ക് മുതലാകാത്ത. പക്ഷെ ഇപ്പം നിലവിൽ പൂട്ടുന്നത് ട്രാക്ടറാണ്, അതുപോലെ കൊയ്ത്ത യന്ത്രമാണ്. അതുകൊണ്ടൊക്കെയാണ് ഈ കൃഷി ഇപ്പോൾ ശരിക്കും ലാഭമാകുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും കൃഷി ലാഭമാവില്ല. കാരണം കൈകൊണ്ട് പണിതൊന്നും ഒരിക്കലും നമുക്ക് നെല്ലും കച്ചവടം കൊടുത്താൽ പോലും ഇതിൻ്റെ കൊയ്ത്തുകൂലി കിട്ടിയാൽ കൊയ്യുന്ന പൈസ പോലും കിട്ടിയാൽ. അപ്പം മെഷീനറി വന്നതിന് ശേഷമാണ് നെൽകൃഷി ഒരു പരിധി വരെ നെൽകൃഷി എന്ന് മെഷീനറി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി അന്ന് മുതലാണ് നെൽകൃഷി ലാഭം ആയിട്ടുള്ളത്. എല്ലായിടത്തും മറ്റുള്ളവർക്കൊക്കെ ലാഭം ആകുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. നമ്മളത് ശരിക്കും നമ്മുടെ നാട്ടിലേക്ക് ഈ മെക്കാനിസം വരാനായിട്ട് ഒരുപാട് താമസം വന്നു. നമ്മളിപ്പോഴാണ് നമ്മൾ ഈ 2 വർഷമായിട്ടേ ഉള്ളൂ മിഷണറി. അതിന് മുമ്പ് എല്ലാം കൈക്ക് കൊയ്യുന്നു, അല്ലെങ്കിൽ വരമ്പ് വെക്കുന്നത് മനുഷ്യനാണ്, കള പറിക്കുന്നത്, അങ്ങനെയെല്ലാം നമ്മൾ ഇപ്പം അതിനൊന്നും ആവശ്യമില്ല. ഇപ്പം ഈ 2-3 പണികൾ മാത്രമേ നമുക്ക് കാര്യമായിട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയല്ല കളപറിയാണെങ്കിലും പണ്ട് നമുക്കറിയാം പെണ്ണുങ്ങൾ ഇറക്കി നിർത്തിയാണ് നമ്മൾ കളറിഞ്ഞത്. ഇപ്പം മരുന്നടിച്ച് കളയുന്ന പണിയാണ് വെറുതെ നൈസായിട്ട് തീരുന്ന പണിയാണ്. മറ്റേ നമുക്ക് 10 ഏക്കർ ചെയ്യണമെങ്കിൽ 1 ലക്ഷം രൂപ കളവെക്കണമെങ്കിൽ, 1 ഏക്കറിലേക്ക് 10,000 രൂപ കളവെക്കണമെങ്കിൽ. പക്ഷേ ഇപ്പോൾ ഒരു 1000 രൂപ കൊണ്ട് നമുക്ക് ആ പരിപാടി തീർന്നു. അപ്പം അങ്ങനെ മെക്കാനിസം വന്നതോടെയാണ് നെൽകൃഷി ഒരു പരിധി വരെ. മിഷനറിക്ക് ദിവസം വാടകയാണോ എങ്ങനെയാണ്? മണിക്കൂർ വാടകയാണ്. മണിക്കൂർ വാടക. ഇന്നൊരു ദിവസം കൊണ്ട് തീരുമോ? ഒരു ദിവസം കൊണ്ട് തീരുമെന്ന് പറയും. ഇപ്പം ഈ എത്ര നേരം ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം തീരാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ തീരാൻ രാവിലെ തുടങ്ങിയാൽ തീരും. പക്ഷേ രാവിലെ നമുക്ക് കൊയ്യാൻ പറ്റില്ല. കാരണം ഈ തണുത്ത സമയം രാവിലെ തണുപ്പായതുകൊണ്ട് നെല്ലിന് തണുപ്പുണ്ടാവും. അപ്പൊ ഈ സമയത്ത് നമ്മൾ കൊയ്യുമ്പോൾ ഈ കച്ചിയേല് വൈക്കോലയില് ഈ നെല്ല് പറ്റി പിടിച്ച് നമുക്ക് വേസ്റ്റ് ആവും. 10 മണി വരെ ചേട്ടൻ ഞാൻ വന്ന കാലം മുതൽ ഒരു കർഷകനായിരുന്നു. നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. പിന്നെ ഇതുകൂടാതെ ഇത് കഴിഞ്ഞിട്ട് വരക, തിന, ചോളം ഇതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ സബ്സിഡികളൊക്കെ കൊടുക്കുന്നുണ്ട് കൃഷിഭവനിൽ നിന്ന്. മിഷനറി അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? മിഷനറി ഇപ്പം നമ്മളെ കൃഷിഭവൻ വഴിയല്ല, ഇപ്പൊ സ്മാം എന്ന് പറഞ്ഞൊരു പദ്ധതിയിൽ നേരിട്ട് ജില്ലയിൽ നിന്ന് തന്നെ അപേക്ഷിക്കുകയാണ്. ഇവര് ഗ്രൂപ്പ് വൈസിൽ അപേക്ഷിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് വൈസ് ആകുമ്പോൾ 80% സബ്സിഡി ഉണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിൽ 50%. ഇൻഡിവിജ്വലായിട്ട് 50%. ജീവന്റെ തന്നെ ഒരു 10 ഏക്കറോളം ഉണ്ട്. പിന്നെ വേറെ ആൾക്കാർ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പം പാറപ്പള്ളി വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പറാണ് സജീവൻ. ഇതുപോലെയുള്ള എൻ്റെ വലതുവശത്ത് നയിക്കുന്നതും ഇതുപോലെ തന്നെ വക്കച്ചൻ ഏത്തമുട്ടത്തുന്നത്, ഇത് ജോസ് കെ രാജു, ഇതൊക്കെ ഈ തികഞ്ഞ കർഷകരാണ്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് കിസാൻ സർവീസ് സൊസൈറ്റി മീനിക്കൽ യൂണിറ്റിലുള്ളത്. ഇവരൊക്കെ ദേശീയ അവാർഡുകൾ തന്നെ വാങ്ങാൻ യോഗ്യതയുള്ളവരും വാങ്ങുന്നവരുമാണ്. അപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട് കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ഒരു നല്ല ടീം ഉണ്ടായി വരുന്നതിൽ. പഞ്ചായത്തും മുനിസിപ്പാലിറ്റി പഞ്ചായത്തും അതുപോലെ MLAയും അതുപോലെ കൃഷിഭവനും എല്ലാം വളരെയധികം എല്ലാ കാര്യത്തിലും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷപ്രദമാണ്. സീക്കാപ്പൻ ഉദ്ഘാടനത്തിന് ഇന്നിവിടെ ഉണ്ടല്ലേ? ഇപ്പോൾ തന്നെ വരും. അത് വെയിറ്റ് ചെയ്യാണ്. പുള്ളി ഒട്ടും വെയിറ്റ് ചെയ്യാതെ തന്നെ സമയത്ത് കൃത്യം കറക്റ്റ് ടൈമിൽ പുള്ളി എത്തുന്ന ആളാണ്. ഇപ്പോൾ തന്നെ എത്തും. അത് ഞങ്ങളുടെ വേറൊരു സെക്രട്ടറി ഷിബു കോലി ഇപ്പോൾ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് വഴിയിൽ. ഓൺ ദ വേ ആണ്. ഓക്കെ. മുഴുവൻ കർഷകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ട്രാക്ടറിൻ്റെ കാര്യം പറഞ്ഞു MLA ഫണ്ട് കൊടുക്കുന്നതിന് ചില നോംസ് ഉണ്ട്, അതിൽ ഉൾപ്പെടുത്തി കൊടുക്കാൻ ഒരു ട്രാക്ടർ തന്നെ മേടിച്ചിരുന്നൊരു എല്ലാവരുടെയും ഞാനൊരു സ്വാഗതം ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA ഇവിടെ ഉണ്ട്, ശ്രീ മണി സി കാപ്പൻ.
അതുപോലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പുന്നൂസ് പോൾ ഇവിടെയുണ്ട്. ഞങ്ങളുടെ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ 80% ബാക്കിയായിട്ടുള്ള പൈസയും തരാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളത് സ്വീകരിക്കുകയാണ്. അതുപോലെ ഇന്നിപ്പോൾ ഇവിടെ ഈ വെയിൽ കൊണ്ട് വന്നിരിക്കുന്ന കർഷകർക്ക് അവർക്ക് വളരെ സന്തോഷപ്രദമായ കൊയ്ത്ത് കഴിഞ്ഞ പാടം ഇങ്ങനെ കൊയ്യാനുള്ള പാടം തയ്യാറായി നിൽക്കുകയാണ്. മെഷീനറി ഇവിടെ വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വേറൊരു കാര്യമുള്ളത്, ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ മില്ലറ്റ് കൃഷി ചെയ്യാൻ പോവുകയാണെന്നുള്ള ഒരു സന്തോഷ വാർത്തയും കൂടെ ശ്രീ സജീവൻ, അദ്ദേഹം KSSൻ്റെ ഒരു സെക്രട്ടറി കൂടിയാണ്, അദ്ദേഹം ഇവിടെ വെളിപ്പെടുത്തിയുണ്ടായി. അതുകൊണ്ട് ഉടൻ തന്നെ ഇത് മാറി ഇവിടെ